ഹലോ, കുറേ നാളായിട്ടോ ഞാൻ ഈ വഴിക്ക് വന്നിട്ട്. ആറ്റുനോറ്റൊരു ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പോയതാണ്. അതൊരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ആയിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കണേ. ആ ഒരു വാനില സ്പഞ്ച് യൂസ് ചെയ്ത് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം എനിക്കൊരു വീഡിയോ ഇടാനോ ഒന്നിനും ടൈം കിട്ടിയില്ല കേട്ടോ. ടൈം കിട്ടിയില്ല എന്നല്ല, വീട്ടിലൊരു മരണമൊക്കെ നടന്നു. പിന്നെ അതിൽ നിന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തംബ്നെയിൽ കണ്ട പോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഞാൻ കൊടുക്കുന്ന ഫില്ലിങ്സും അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ ഞാനതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കേക്ക് നമ്മൾ ഈവനായിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വെച്ചേക്കുന്ന ലെയർ ബോട്ടം ലെയർ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടാകുമ്പോൾ ആർക്കും അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല. പിന്നെ കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ചെറിയുടെ കട്ട് പീസുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അടുത്ത ലെയർ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എന്താണ് ചുവന്നിരിക്കുന്നതെന്ന് ആരും ചോദിക്കേണ്ടാവില്ല. ഞാൻ ഇത്തിരി സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഒരു കളറിലിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റും ചെറിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില കസ്റ്റമർ പറയാറുണ്ട് ചെറി അധികം ചേർക്കണ്ട ചേച്ചിന്ന്. അപ്പം നമ്മൾ അതനുസരിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ്. കസ്റ്റമർ എന്താണ് പറയുന്നത് അതുപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 3 ലെയറും വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫൈനൽ കോട്ടിന് എടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ കേക്കിൽ ക്രംസ് ഒന്നും പറ്റിപ്പിടിക്കാതെ കേക്ക് നല്ല സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. സ്പൈഡർമാൻ്റെ തീമിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈനൽ കോട്ട് ചെയ്തിട്ടും കേക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കൂളാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഗനാഷ് ഒഴിക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. വൈറ്റ് ചോക്ലേറ്റാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റും പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ്. ഇതിൽ റെഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ കേക്കിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നത്. ചെറിയ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. കേക്ക് നല്ല കൂളായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വൈറ്റ് ചോക്ലേറ്റ് അതിലൊഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇങ്ങനെ സെറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ആ ചോക്ലേറ്റ് ഇതിന് ഒഴിച്ച് കൊടുക്കുന്നത്. ഗനാഷ് ഒഴിച്ചതിന് ശേഷം കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ മേലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കേക്കിൽ വെബ് വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റാറുകളാണ് കേട്ടോ അതിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് ഫോണ്ടിൻ്റെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റാർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലെ മെയിൻ കഥാപാത്രമായ നമ്മുടെ സ്പൈഡർമാനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് പ്രിൻ്റ് എടുത്തതായിരുന്നു, പേപ്പർ പ്രിൻ്റാണ് കേട്ടോ, എഡിബിൾ അല്ല. ഒരുപാട് കുറവുകൾ ഈ വീഡിയോയിലുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.